ഏകദേശം 22 മണ്ഡലങ്ങളിൽ, ചിലപ്പോൾ അത് കൂടാം, 30ഓളം മണ്ഡലങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. BJP നിർണായകമായ ശക്തിയാകും എന്നാണ് കേട്ടിട്ടുള്ളത്. അവർ 1-ാം സ്ഥാനത്തോ മിനിമം 2-ാം സ്ഥാനത്തോ ഇനി 3-ാം സ്ഥാനത്ത് വന്നാൽ പോലും നേരിയ വ്യത്യാസം, 500 വോട്ട് 1000 വോട്ടിനായിരിക്കും അടുത്തവരുമായിട്ടുള്ള വ്യത്യാസം. അങ്ങനെ ഈ ഇഞ്ചോടിഞ്ച് ഇടിച്ചു നിൽക്കുന്ന ഒരു 10-22 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിലേറ്റവും ആദ്യം എല്ലാവരും പറയുന്ന നേമം തന്നെയാണ്. നേമം ജയിക്കാനും സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. 2 കഴക്കൂട്ടം തന്നെയാണ്. കഴക്കൂട്ടത്തും ഒരു ജയസാധ്യതയാണ് എല്ലാവരും ചാനലുകളൊക്കെ പറയുന്നത്. 3 ഇങ്ങനെ ഇഞ്ചോടിഞ്ച് നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ഇങ്ങനെ നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. CP ജോണും കരമന ജയനും സുധീർ കരമനയുമാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. നേമത്ത് നേരത്തെ പറഞ്ഞുള്ള രാജീവ് ചന്ദ്രശേഖരും ശിവൻകുട്ടിയും ശബരിനാഥുമാണ്. അവിടെയും വലിയ ശക്തമായ മത്സരമാണ്. കഴക്കൂട്ടത്ത് V മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും ശരത്ചന്ദ്ര പ്രസാദുമാണ്. നല്ല മത്സരമാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPSും അതുപോലെ തന്നെ K മുരളീധരനും VK പ്രശാന്തും നിലവിലെ MLAയും തമ്മിലാണ് മത്സരം. അങ്ങനെ തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങൾ അതിശക്തമായ ഒരു മണ്ഡലമാണ്. പിന്നെ കാട്ടാക്കട, PK കൃഷ്ണദാസിൻ്റെ കാട്ടാക്കട, അവിടെ MR ബൈജു, PK കൃഷ്ണദാസ്, IB സതീഷ് നിലവിലെ MLA. അത് 5 മണ്ഡലങ്ങൾ ഇനിയുമുണ്ട്. ആറ്റിങ്ങൽ KP സുധീറാണ് BJPയുടെ കാൻഡിഡേറ്റ്. അവിടെ അംബികാദേവിയാണ് പിന്നെ CPMൻ്റെ കാൻഡിഡേറ്റ്, കോൺഗ്രസിന് മറ്റൊരു കാൻഡിഡേറ്റ്. ആറ്റിങ്ങൽ വലിയ മത്സരമാണ് ഇപ്രാവശ്യം നടക്കുന്നത്. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര ചെങ്കൽ രാജശേഖരൻ മത്സരിക്കുന്നത്. നെയ്യാറ്റിങ്കര അവിടെ ശക്തനാണ് കോൺഗ്രസിന് മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന് ആൻസലമാണ് മത്സരിക്കുന്നത്. അവിടെ ശക്തമായ മത്സരം ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ല വിട്ടാൽ നമുക്ക് അടുത്ത ജില്ലയിലേക്ക് അറിയാൽ കുന്നത്തുനാട്, അതിനു മുമ്പ് ചാത്തന്നൂരുണ്ട്. ഗോപകുമാറിൻ്റെ ചാത്തന്നൂർ വലിയ വോട്ട് പിടിക്കാനുള്ള എല്ലാ സാധ്യതയും BJPക്കുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് പോകേണ്ടി വരുന്നത് പാലാക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോൺ ജോർജ് വലിയ വോട്ട് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 1, 2, 3 ഏത് സ്ഥാനമായാലും വളരെ വലിയ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പൂഞ്ഞാർ PC ജോർജ് ഇപ്രാവശ്യം നല്ല വോട്ട് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാഞ്ഞിരപ്പള്ളി BJP സ്ഥാനാർത്ഥി നന്നായി വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ജയിക്കാനോ അല്ലെങ്കിൽ നല്ല വോട്ട് പിടിക്കാനോ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട്. മലമ്പുഴയിൽ കൃഷ്ണകുമാർ ജയിക്കാനോ നല്ല വോട്ട് പിടിക്കാനോ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാസർഗോഡ് അശ്വനി ജയിക്കുവാനോ നല്ല വോട്ട് പിടിക്കുവാനോ ഉള്ള സാധ്യത. അത് കഴിഞ്ഞിട്ട് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തോറ്റാലും വലിയ വോട്ട് പാറ്റേൺ പിടിക്കാൻ, വോട്ട് ഷെയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ പത്മജ വേണുഗോപാൽ തോറ്റുപോയാലും വലിയ വോട്ട് ഷെയറിലേക്കായിരിക്കും പത്മജ വരുന്നത്. മണലൂർ അനീഷ് വളരെ വലിയ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നാട്ടിക വലിയ വോട്ട് പിടിക്കുന്ന ഒരു മേഖലയാണ്. ഒല്ലൂർ വലിയ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. കുന്നത്തുനാടിനെ സംബന്ധിച്ച് 2020 ജയിച്ചാലും അത്ഭുതമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ കുന്നത്തുനാട്. ഇനി തൃപ്പൂണിത്തറയിലെ 2020യുടെ സ്ഥാനാർത്ഥിയും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ നരേന്ദ്രമോദി വന്ന് ഈ പയ്യൻ എൻ്റെ സ്വന്തമാണ്, വലം കൈയാണെന്നൊക്കെ പറഞ്ഞ് തിരുവല്ലയിൽ അനൂപ് ആൻ്റണി മത്സരിക്കുന്ന തിരുവല്ലയിൽ അങ്ങനെ 22ഓളം മണ്ഡലങ്ങളിൽ ഞാൻ പറഞ്ഞു. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ, പിന്നെ അത് കഴിഞ്ഞ് ചാത്തന്നൂർ, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പാലക്കാട്, മലമ്പുഴ, കാസർഗോഡ്, മഞ്ചേശ്വരം, പിന്നെ തൃശ്ശൂർ, മണലൂർ, നാട്ടിക, ഒല്ലൂർ, കുന്നത്തുനാട്, തൃപ്പൂണിത്തറ, തിരുവല്ല തുടങ്ങിയ 10-22 മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ സ്ഥാനത്തെത്തും. അതിൽ ഒരു കൗതുകമുള്ളത്, ഇതിൽ 3 മണ്ഡലങ്ങളിൽ ക്രിസ്തീയ സ്ഥാനാർത്ഥികളാണ്. പാലായിൽ ഷോൺ ജോർജും അതുപോലെ തന്നെ പൂഞ്ഞാറിൽ PC ജോർജും തിരുവല്ലയിൽ അനൂപ് ആൻ്റണിയുമാണ്. തിരുവല്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഒരുപക്ഷെ അനൂപ് ആൻ്റണി ജയിച്ചാലും അത്ഭുതമില്ല, അല്ലെങ്കിൽ രണ്ടാമത് UDF ജയിക്കാനാണ് സാധ്യത. UDF 1, 2 വരാൻ സാധ്യതയുണ്ട്. മാത്യു ടി തോമസിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഇപ്രാവശ്യം വളരെ ഗൗരവമായി പിന്നെ തിരുവല്ലയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പശ്ചാത്തലം. ഇതിൽ ഒരു 10-11 സീറ്റ്, 0 മുതൽ 14 സീറ്റ് വരെ BJP പിടിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ കേരള രാഷ്ട്രീയം മറ്റൊരു വഴിയിലേക്ക് മാറും, മറ്റൊരു വഴി തിരിവാകും. അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല.
എന്തായാലും ഇനി 2 ദിവസമേ ഉള്ളൂ. നാളെ ഒരു ദിവസം, ഇന്നിപ്പോൾ കഴിഞ്ഞെന്നുണ്ടല്ലോ, പെട്ടെന്ന് പോകുമല്ലോ സമയം. നാളെ ഒരു ദിവസമേ ഉള്ളൂ. മറ്റന്നാൾ ഈ സമയമാകുമ്പോൾ 10:30 സമയത്ത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന 10:30 മണിക്കാണ്. 10:30 ആകുമ്പോൾ വലിയ ട്രെൻഡ്, ഈ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ ട്രെൻഡ് അറിയാൻ പറ്റും. ബംഗാളിൽ മമത വീഴുമോ? കേരളത്തിൽ തുടർച്ചയായി ഭരിച്ച പിണറായി വിജയൻ്റെ വോട്ട് പോകുമോ? അതുപോലെ അദ്ദേഹം മാറുമോ? ഞാൻ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ ഗുരുതരവും ഗൗരവവുമായ ഒരു വിഷയമായി നമുക്ക് കാണേണ്ടി വരും. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വലിയ ഭരണമാറ്റം ഉണ്ടാകുമെങ്കിൽ വലിയ അട്ടിമറിയാണ് നടക്കുന്നത്. ഇതിൽ തന്നെ പരമ്പരാഗതമായി CPM ജയിക്കുന്ന ആറ്റിങ്ങൽ, അതുപോലെ തന്നെ വലിയ പല പ്രാവശ്യം ജയിച്ചിട്ടുള്ള നെയ്യാറ്റിങ്കര, വലിയ ഹൈപ്പിൽ നിൽക്കുന്ന കാട്ടാക്കട, അതുപോലെ CPI എപ്പോഴും ജയിക്കുന്ന ചാത്തന്നൂർ, ഇങ്ങനെ മലമ്പുഴ, CPM എപ്പോഴും ജയിക്കുന്ന VS അച്യുതാനന്ദൻ വരെ പോയി മത്സരിച്ച മലമ്പുഴ, ഇങ്ങനെ തുടങ്ങിയ പിന്നെ തൃശ്ശൂരിലെ മണ്ഡലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വലിയ തോതിലാണ് CPMനും CPIക്കും നഷ്ടപ്പെടുന്നതെങ്കിൽ അതൊരു കഷ്ടമായിരിക്കും. അത് കേരളത്തിൻ്റെ CPMൻ്റെയും അടിത്തറ ഇളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിൽ BJP അതിനിർണായകമായ ഒരു സ്ഥാനം വഹിക്കുമോ ഈ 22 സീറ്റുകൾ കൊണ്ട്? പക്ഷേ ഒരു 30ഓളം സീറ്റുകളിൽ വീണ്ടും നമ്മുടെ ഒരു കാൽക്കുലേഷൻസ് 30ഓളം സീറ്റുകളിൽ പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു പ്രയോറിറ്റി വെച്ച് നമ്മൾ 22 സീറ്റുകൾ പറഞ്ഞതാണ്. ഈ 22 സീറ്റുകളിൽ ശക്തമായ സാന്നിധ്യമായിരിക്കും BJP ഉണ്ടാക്കുക. അത് വരുന്ന കാല തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയൊരു അടിത്തറ തന്നെയായിരിക്കും.